നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ബാബിലോണിലേക്കുള്ള പ്രവാസത്തിൻ്റെ കാരണം, അതായത് യഹൂദ രാജ്യത്തെ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സതേൺ കിങ്ഡത്തെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകാനുള്ള കാരണം, ദ റീസൺസ് ഫോർ ബാബിലോൺ എക്സൈൽ. അപ്പോൾ അതിനകത്തെ 6 കാര്യങ്ങൾ നമ്മൾ കണ്ടു, 6 കാരണങ്ങൾ നമ്മൾ കണ്ടു. ജസ്റ്റ് അതൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു കാരണം കൂടി ഉണ്ട്, അതും കൂടി ഇന്ന് നോക്കാം. അപ്പം നമ്മൾ ആ 6 കൂട്ടം കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഒന്നാമതായിട്ട്, ഈ യഹൂദന്മാരെ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോകാനുള്ള കാരണം, അവരുടെ പുരോഹിതന്മാരും ജനങ്ങളും ജാതികളുടെ മര്യാദ ആചരിച്ചു, അല്ലെങ്കിൽ ജാതികളെപ്പോലെ അവരും പെരുമാറി. അതായത് നമുക്കറിയാം, അവർക്ക് ഒരു നിയമമുണ്ടായിരുന്നു. ആ നിയമത്തിൽ നിൽക്കാൻ ദൈവം അവരോട് ആവശ്യപ്പെട്ടതാണെങ്കിലും അവർ അവരുടെ ചുറ്റുമുള്ള ജാതികളെ അനുസരിച്ച് നടന്നു. അവരുടെ പലവിധമായിട്ടുള്ള പാപങ്ങളാൽ ഇവരും വശീകരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മൾ കണ്ടത് ലൈംഗികമായ പാപത്തിൽ, ആ പാപമാണല്ലോ യഹൂദന്മാർ അതിനകത്ത് വീഴുകയുണ്ടായി. അപ്പം അത് കാരണം ആ ദേശം ഡിഫൈൽഡായി, ആ ദേശം മലിനപ്പെട്ടു. അതാണ് ഒരു കാരണം. നമ്മൾ 2 ദിനവൃത്താന്തം അതിൻ്റെ 36-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ ആ കാരണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം നമ്മൾ കണ്ടത്, അവർ യഹോവയുടെ ആലയത്തെ വിഗ്രഹാരാധന കൊണ്ട് മലിനീകരിച്ചു. അതായത് വിഗ്രഹാരാധനയാണ് ഒരു കാരണം. മൂന്നാമതായിട്ട് രക്തച്ചൊരിച്ചിൽ, പ്രത്യേകിച്ചും മനശ്ശെയുടെ കാലത്ത് ഒരുപാട് രക്തച്ചൊരിച്ചിലുകളും ദൈവഹിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങളും നടന്നതുകൊണ്ട് ദൈവം ക്ലിയറായിട്ട് പറയുന്നു, മനശ്ശെയുടെ പാപം നിമിത്തം എന്ത് ചെയ്യും, ബാബിലോണിലേക്ക് ഉള്ള പ്രവാസം ഉണ്ടാകുമെന്ന് ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ കണ്ടു, അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ അല്ലെങ്കിൽ ദൈവം അയച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ അവർ കളിയാക്കി 115 കൊല്ലത്തോളം. അതായത് ഇസ്രയേൽ സമരിയയെ അസീര്യക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിനുശേഷം ഏതാണ്ട് 115 വർഷത്തോളം ദൈവം യഹൂദന്മാർക്ക് കൊടുത്തു മാനസാന്തരപ്പെടാൻ. പക്ഷേ അവർ ആ സമയത്തൊന്നും മാനസാന്തരപ്പെടാതെ അവരുടെ അടുക്കൽ ദൂതുമായി വന്ന എല്ലാ പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും അവർ കളിയാക്കി. 5-ാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത്, ദൈവത്തിൻ്റെ വചനത്തെ അവർ തുച്ഛീകരിച്ചു, ദൈവത്തിൻ്റെ വചനത്തെ അവർ നിരസിച്ചു. ആൻഡ് ദേ റിഫ്യൂസ് ടു ടേക്ക് കറക്ഷൻ എന്നാണ് നമ്മൾ വായിച്ചത്. അവർ തിരുത്തുവാൻ അവർ തയ്യാറല്ലാതായി തീർന്നു. അതാണ് 5-ാമത്തെ കാരണമായിട്ട് നമ്മൾ കണ്ടത്. 6-ാമത്തെ കാരണം നമ്മൾ കണ്ടത്, അവർ പ്രവാചകന്മാരെ കളിയാക്കിയത് മാത്രമല്ല, സത്യം പറഞ്ഞ പല ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും അവർ ജയിലിൽ പിടിച്ചിടുകയും അവരെ ഉപദ്രവിക്കുകയും ചിലരെ കൊന്നുകളയുകയും ചെയ്തു. നമ്മൾ യെരമ്യാ പുസ്തകത്തിൽ നിന്നും നമ്മൾ ഉദാഹരണമായിട്ട് യെരമ്യാവിൻ്റെ കാര്യം കണ്ടു. യെരമ്യാവിനെ എങ്ങനെയായിരുന്നു അവർ ട്രീറ്റ് ചെയ്തതെന്ന്. മീഖയുടെ പുസ്തകത്തിൽ നമ്മൾ കള്ളപ്രവാചകന്മാരെയും അതുപോലെ സത്യമായിട്ടുള്ള പ്രവാചകന്മാരെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പം ഇന്നും നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ യെരുശലേമിൽ ഇരിക്കുന്നവർ യഥാർത്ഥത്തിൽ അവിടെ കഴിയേണ്ടതാണ്. എന്നാൽ ബാബിലോണിലേക്കുള്ള പ്രവാസം അവരുടെ കുറവ് കൊണ്ട്, അവർ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ടും ദൈവവചനം ലംഘിച്ചതുകൊണ്ടും മാത്രമുണ്ടായ ഒരു കാര്യമാണ് ബാബിലോണിലേക്കുള്ള പ്രവാസം. ഇന്ന് നമ്മളിത് പഠിക്കുമ്പോൾ ഈ യഹൂദന്മാരെയോ അല്ലെ ഇസ്രായേൽ മക്കളെയോ നമ്മൾ വിധിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഇന്ന് നമുക്കൊരു പ്രയോജനവുമില്ല, നമുക്കൊരു നേട്ടവുമില്ല. പക്ഷെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് യെരുശലേമിൽ നിൽക്കുക, അല്ലെങ്കിൽ യെരുശലേം എപ്പോഴും കാണിക്കുന്ന ആ ചേർച്ചിനെ കാണാം, ട്രൂ ചേർച്ച്. ആ സത്യസഭ ഇന്ന് ബാബിലോണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ കാലഘട്ടം വളരെ ക്ലിയറായിട്ട് ഇന്ന് കർത്താവിൻ്റെ സഭയെന്ന് പറയുന്ന
സഭകൾ ഓരോന്നും ഇന്ന് ബാബിലോണിലേക്ക് പോകുകയാണ്. അപ്പോൾ ബാബിലോണിലേക്ക് പോകുന്നതിൻ്റെ ഓരോ ലക്ഷണമായിട്ടാണ് ഈ കാരണങ്ങളെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ കാരണങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നിരസിക്കുകയും നമുക്ക് കറക്ഷന് താല്പര്യമില്ലാതിരിക്കുകയും നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ, ബോധ്യപ്പെടുത്തുമ്പോൾ, നമ്മുടെ കുറവിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്നും അവരോട് നീരസവും അല്ലെങ്കിൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ഓർക്കുക, നമ്മളും ഈ ബാബിലോണിയ സഭയുടെ, അതായത് ബാബിലോൺ സഭയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു, വിചാരണീയായ ഒരു സ്ത്രീ ആയിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മ്ലേച്ഛതകളും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്ത് ഒത്തുതീർപ്പോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടം. അതിൻ്റെ ഭാഗമാകുവാൻ ദൈവം നമ്മൾ ഇന്ന് ആരിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം നമുക്കൊരു വചനം ആ വെളിപാട് പുസ്തകത്തിൽ നിന്ന് വായിക്കാം. എങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നതെന്ന്. വെളിപാട് പുസ്തകത്തിനകത്ത് അതിൻ്റെ 18-ാം അധ്യായത്തിൽ ദൈവം ഒരു മുന്നറിയിപ്പ് അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം അല്ലെങ്കിൽ 2 മുതലുള്ള വചനങ്ങൾ വായിക്കാം നമുക്ക്. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി മഹതിയാം ബാബിലോൺ, വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയിൽ ക്രോധമദ്യം സകല ജാതികളും കുടിച്ച് ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പൊളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവരുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടു പോരുവീൻ. ഈ സന്ദേശമാണ് ഇന്ന് സഭകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് കേൾക്കാൻ ഇന്ന് തയ്യാറാകുന്നവർ വളരെ കുറവാണ്. അതായത് ലോകത്തിൽ നിന്നും, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും, അതിൻ്റെ പാപത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുമ്പോൾ, നമ്മുടെ കുറവുകളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ കറക്ഷൻ റിഫ്യൂസ് ചെയ്യുമ്പോൾ, അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ബാബിലോണിൻ്റെ ഇപ്പം നമ്മൾ ഈ വായിച്ച കാര്യം, ഈ വേശ്യാവൃത്തിയിൽ നമ്മൾക്കും ആകാൻ, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുവാൻ, ലോകത്തിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതെങ്കിൽ ഇന്ന് 7-ാമത്തെ അല്ലെങ്കിൽ ഫൈനലായിട്ട് ഒരു കാരണം കൂടി ഉണ്ട്. നമുക്കത് നോക്കാം. 2 ദിനവൃത്താന്തം അതിൻ്റെ 36-ാം അധ്യായം അതിലേക്ക് വരാം. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 36-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം മുതൽ വായിക്കാം. ഓക്കെ. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെയും അവർ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവത്തിൻ്റെ മക്കൾ ഇപ്പം ആരാൽ പിടിക്കപ്പെട്ടു? നെബൂഖദ്നേസറിനാൽ പിടിക്കപ്പെട്ട് എവിടെ പോയിരിക്കുന്നു? ബാബിലോണിലേക്ക് ചെല്ലുന്നു. അവരവിടെ ആരായി തീർന്നിരിക്കുകയാണ്? അവരവിടെ അടിമകളായി തീർന്നിരിക്കുകയാണ്. യെരമ്യാവ് മുഖാന്തരം ഇനിയും പറയുന്നതാണ്, ശ്രദ്ധിക്കേണ്ട 21-ാമത്തെ വചനം. യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. ഇപ്പം ഈ വചനം ഒന്ന് ക്ലോസ് ആയിട്ട് വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് പ്രശ്നം. ഈ ദേശം അപ്പം അതായത് ഇവിടെ ഈ ശബത്ത് എന്ന് പറയുന്നത് വീക്ക്ലി ശബത്തല്ല, ആഴ്ചയിൽ ജനങ്ങൾ ആചരിക്കേണ്ട ഒരു ശബത്തിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളത് ക്ലിയർ ഒന്ന് വായിച്ചാൽ ഒന്നുകൂടി ഒന്ന് വായിക്കാം. യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം
ദാറ്റ് ഈസ് അണ്ടിൽ ദ ലാൻഡ് ഹാസ് എൻജോയ്ഡ് ഇറ്റ്സ് ശാബത്ത്. അതായത് ജനങ്ങൾ ആചരിക്കേണ്ട ശാബത്ത് എന്നല്ല, ദേശം ആചരിക്കേണ്ട ശാബത്ത്. ഓക്കെ, ആ ശാബത്തിൻ്റെ ശബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. അപ്പം നമ്മൾ 7 ദിവസത്തെ ശബത്ത് എന്നുള്ളത് പോലെ തന്നെ ദൈവം ലാൻഡിനും ഒരു ശബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് ആ നിയമം എന്താണെന്നുള്ളത് ആദ്യമേ നോക്കാം. എന്താണ് ദൈവം ഈ ലാൻഡിൻ്റെ ശബത്ത്, അതായത് വീക്ക്ലി ശബത്ത് പോലെ തന്നെ ശബാറ്റിക്കൽ ഇയേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 7 സംവത്സരത്തിൻ്റെ ഇടയിൽ 7 വർഷത്തിൻ്റെ ഇടയിൽ എവറി 7 ഇയേഴ്സിനകത്ത് ഒരു ശബത്ത് അവരാചരിക്കണം. ആ ശബത്ത് എന്ന് പറയുന്നത് ആ ലാൻഡിനുള്ള ശബത്താണ്. അത് നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ വായിക്കാം. പറയുന്നു, യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. ജനങ്ങൾ ആചരിക്കണമെന്നല്ല, ജനങ്ങൾ ഓൾറെഡി ആചരിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. 7 ദിവസത്തിലെ 7-ാം ദിവസം എന്ത് ചെയ്യണം? വീക്ക്ലി ശാബത്ത് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിപ്പോൾ നോക്കിക്കേ, ഇത് പറയുന്നത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. സോ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ശാബത്ത്. ഇത് വേറൊരു ശബത്തിനെ കുറിച്ചാണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്കറിയാം, ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുക, ശാബത്ത് എന്ന് പറയുന്നത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തേക്കുന്ന ഒരു പ്രമാണമാണ്. നമ്മൾ 10 കൽപ്പനയിൽ വായിക്കുന്നു, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാമെന്ന് പറഞ്ഞ് ദൈവത്തെ ഓർക്കാനും ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിന് സമർപ്പിതരായി കൊടുക്കാൻ വേണ്ടി ദൈവം വെച്ചേക്കുന്ന, അന്ന് പഴയ നിയമകാലത്ത് ദൈവം വെച്ചേക്കുന്ന ഒരു നിയമമാണ്. ഈ ശബത്ത് കൂടാതെ ദേശത്തിന് ഒരു ശബത്തുണ്ടെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഇനി അതെന്തുവാണെന്നുള്ളതാണ് വിവരിക്കുന്നത്. 3-ാമത്തെ വാക്യം, അതായത് ഇപ്പം നമ്മൾ വായിക്കുന്നത് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. 6 സംവത്സരം അല്ലെങ്കിൽ 6 വർഷം നിന്റെ നിലം വിതയ്ക്കണം. അപ്പോൾ ഈ ലാൻഡിനുള്ള ശബത്ത് എങ്ങനെയാണ് ആചരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിലത്തെയാണ്, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലം. അപ്പം 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. ആവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടവും വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. അപ്പം നിനക്ക് കൃഷിയിടങ്ങളിൽ നിനക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യണം. 6 വർഷം കൃഷി ചെയ്യണം. പക്ഷേ 7-ാം വർഷം എന്ത് ചെയ്യണം? 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായി യഹോവയുടെ ശബത്ത് ആയിരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. നിന്റെ കൊയ്ത്തിൻ്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും അരുത്. അത് ദേശത്തിന് ശബത്താണ്ടാകുന്നു എന്നത് ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. 6 years you shall sow your field, and 6 years you shall prune your vineyard and gather its crop. അപ്പം ഈ ദേശത്തിൽ നിനക്ക് വിതയ്ക്കാം, അതിൻ്റെ അനുഭവം എടുക്കാം. 6 വർഷം. 7-ാം വർഷം ആ ദേശത്തെ വെറുതെ ഇട്ടേക്കണം. അതിനകത്ത് വിതയ്ക്കാൻ പാടില്ല, അതിൽ നിന്നൊരു അനുഭവം എടുക്കാനും പാടില്ല. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ, യുവർ ഹാർവസ്റ്റ് ആഫ്റ്റർ ഗ്രോത്ത് യു ഷാൽ നോട്ട് റീപ്പ്, യുവർ ഗ്രേപ്സ് ഓഫ് അൺട്രിംഡ് വൈൻസ് യു ഷാൽ നോട്ട് ഗ്യാദർ, ദ ലാൻഡ് ഷാൽ ഹാവ് എ സാബറ്റിക്കൽ ഇയർ. അത് എന്തായിരിക്കണമെന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ഒരു ശബത്താണ്ട് ആകുന്നു. ആ ഒരു വർഷം ആ ദേശത്തിന് ഒരു കൃഷിയും അവിടെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയായിരുന്നു നമ്മളിവിടെ വായിക്കുന്നത്. ഇനി കുറച്ചുകൂടി ഒന്ന് നമ്മൾ താഴോട്ട് പോകുമ്പോൾ കുറേ കൂടി കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കാം. അതിൻ്റെ
18-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഭൂമി അതിൻ്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. അപ്പോൾ ഈ സബറ്റിക്കൽ, അതായത് ദേശത്തിനുള്ള ശാബത്തിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. 6 വർഷം നിങ്ങൾക്കൊരു ദേശത്തിൽ വിളവെടുക്കാം, ദേശത്ത് കൃഷി ചെയ്യാം. പക്ഷേ 7-ാം ദിവസം ആ ദേശത്തിന് സ്വസ്ഥത കൊടുക്കണം. അതായത് മനുഷ്യർക്ക് 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥനായി ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ ലാൻഡിനും സ്വസ്ഥമായിരിക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അപ്പം നമുക്കിനിയും നമ്മൾ വായിക്കുന്നു 20-ാമത്തെ വചനം, എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ. ഇത് പലപ്പോഴും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിൽ എല്ലാവരിലും വരാവുന്ന ഒരു അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ്, അല്ലെ അവിശ്വാസത്തിൻ്റെ കുറേ ചിന്തകളാണ്. ഇപ്പം നോക്കിക്കേ, ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്കും പെട്ടെന്ന് ചിന്ത വരും, ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ലാൻഡ് വിതയ്ക്കുകയോ കൊയ്യോ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് അതിൽ നിന്നും വിളവും എടുക്കാതിരിക്കണമെങ്കിൽ ആ ദേശം പട്ടിണി കിടക്കത്തില്ലയോ എന്നുള്ളൊരു ചിന്ത വായിക്കുന്ന നമുക്കും ഉണ്ടാവും. പക്ഷേ ഇതേ കാര്യം പരിശുദ്ധാത്മാവ് എഴുതുവാണ്. നിങ്ങൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ദൈവം അതിനുള്ള ഒരു പ്രതിവിധി അവിടെ പറയുകയാണ്. എന്താണ്? ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ. ഞാൻ ഇനിയും ശ്രദ്ധിക്കുക, ഇനിയും ആ ദൈവത്തിൻ്റെ പ്രൊവിഷൻസാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ 6-ാം സംവത്സരത്തിൽ, അതായത് 6-ാം സംവത്സരം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ലാൻഡ് ഫ്രീ ആക്കിയിരുന്നു. 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും. 3 വർഷത്തേക്കുള്ള എന്ന് വെച്ചാൽ അത് 6-ാം വർഷം തീരുമ്പോൾ പിന്നെ 7-ാം വർഷം വിളവില്ല. അതുകൊണ്ട് 8-ാം വർഷം വിളവ് ചെയ്താലും അപ്പോൾ കിട്ടത്തില്ല, 9-ാം വർഷം തുടങ്ങുന്ന സമയത്തെ കിട്ടുന്നത്. നോക്കിക്കേ, ദൈവത്തിൻ്റെ കരുതൽ നോക്ക്. ഈ 3 years അവർക്ക് സർപ്ലസ് ആയിട്ട് കഴിയാനുള്ള അനുഗ്രഹം എപ്പോൾ കിട്ടും? 6-ാമത്തെ വർഷം കിട്ടും. അപ്പോൾ 6-ാമത്തെ വർഷം 3 times ആണ്. 3 times 3 ഇരട്ടി കിട്ടുകയാണ്. അങ്ങനെയാണ് ദൈവം അത് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ 1-ാം വർഷം വിളവ് ചെയ്തു, 2-ാം വർഷം വിളവ് ചെയ്തു, 3-ാം വർഷം, അങ്ങനെ 6-ാം വർഷം ചെയ്യുമ്പോൾ തലേ വർഷങ്ങളിൽ കിട്ടിയതിനേക്കാളും 3 times കിട്ടുന്നു. അതെന്തിനു വേണ്ടിയാണ്? അത് ദാറ്റ് ഈസ് ഫോർ ദ 7th year, 8th year, അല്ലെ ആ 6th year അപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അങ്ങനെ 3 വർഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ കരുതലാണത്. അതായത് നമ്മൾ കർത്താവിൻ്റെ വേർഡ് അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി എല്ലാ പ്രൊവിഷൻസും ഒരുക്കുന്നു. എന്നിട്ട് 22-ാം വാക്യത്തിൽ, 8-ാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും 9-ാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം. അതിൻ്റെ അനുഭവം വരും വരെ പഴയതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. ഓക്കെ, ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വേർഡ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ വായിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു കാരണം കർത്താവ് പറഞ്ഞത് എന്താണ്? ഒരു കാരണമായിട്ട് പറഞ്ഞേക്കുന്നത്, ഈ യെരമ്യാ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഈ വചനം അത് നിവർത്തിക്കും എന്നുവരെ, till the land has enjoyed its Sabbath. എപ്പോൾ വരെയാണ്? ആ ദേശം അതിൻ്റെ ശബത്ത് ആചരിക്കുവോളം അത് അവിടെ അവർ പ്രവാസികളായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നത്, എന്നിട്ട് അവിടെ എഴുതിയേക്കുന്നത്, കഴിയുവോളം തന്നെ 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. അതായത് 70 years ശബത്ത് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ 70 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വെറുതെ ദൈവം എന്നാ ഒരു കണക്ക് വെറുതെ എടുത്തു പറഞ്ഞതല്ല. ഇതിനെല്ലാം ഓരോ കാരണമുണ്ട്.
ഈ 70 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലാ 7 വർഷവും കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അവരുടെ ദേശത്തിന് സ്വസ്ഥത കൊടുക്കുക എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം, ഈ ഏതാണ്ട് 845 വർഷം ആയി ഇവർ കനാൻ നാട്ടിൽ വന്ന് 845 വർഷത്തിലും അവർ പലപ്പോഴായിട്ട് ഈ ശബത്ത്, ലാൻഡിൻ്റെ ശബത്ത്, ദേശത്തിൻ്റെ ശബത്ത് ആചരിച്ചിട്ടുണ്ടെങ്കിലും 490 വർഷത്തിൽ അവർ ഈ ശബത്ത് മിസ്സാക്കുകയാണെങ്കിൽ ബൈ 7 വെച്ചിട്ട് ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 70 years ഓഫ് ശബത്ത്. അപ്പം ഈ 70 വർഷം അവർ മിസ്സാക്കിയപ്പം എന്തായിരിക്കും അവർ മിസ്സാക്കാനുള്ള കാരണം? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ 6-ാം വർഷം കിട്ടുന്ന വിളവെന്ന് പറയുന്നത് 3 times ആണ്. എന്നാൽ 7-ാം വർഷം കൂടി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്തുവാ? ഭയങ്കര ബെനിഫിറ്റാണ്. അപ്പോൾ ഈ കഫറ്റസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ദ്രവ്യാഗ്രഹികൾ, അമിതമായ ദുരാഗ്രഹങ്ങൾ എന്ത് ചെയ്യുവാണ്? ഇവരെ ഈ ദൈവത്തിൻ്റെ വേർഡ് ലംഘിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പം ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ദൈവം വാക്ക് കൊടുത്തത് ദൈവം ഒരിക്കലും മാറ്റുകയില്ല. അപ്പം ഈ ആളുകൾ എന്ത് ചിന്തിച്ച് കാണും? ഞങ്ങൾ 6 വർഷം വേല ചെയ്ത് 7-ാം വർഷം ആ ദേശം വെറുതെ എന്തിനാ ഇട്ടേക്കുന്നത്? അങ്ങനെ ആ ദേശത്തിനും കൃഷി ചെയ്യുമ്പോൾ വിളവെന്ന് പറയുന്നത് അത്രയും സർപ്ലസ് ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം വിറ്റ് വലിയ ധനികരാകാമെന്നുള്ളൊരു ചിന്ത. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും വളരെ സൂക്ഷിച്ച് കാണുന്നുണ്ട്. നമ്മുടെ രഹസ്യ ജീവിതങ്ങളെല്ലാം കാണുന്നുണ്ട്. നമ്മൾ കർത്താവിനെ പറ്റിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. യു കൻ നോട്ട് ചീറ്റ് ഗോഡ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. നമ്മൾ ഏത് മനോഭാവത്തോടുകൂടി ഓരോന്ന് ചെയ്യുന്നതാണ്. അപ്പം ഇസ്രായേൽ ജനം എന്തായിരിക്കും ചിന്തിച്ചത്? ചില വർഷങ്ങൾ അവർ ഇത് പാലിക്കാതെ പോകുന്നു, ഇല്ലേ? 6 കൊല്ലം കഴിഞ്ഞു, 7-ാം കൊല്ലവും കൃഷി ചെയ്യുന്നു, 8-ാം കൊല്ലവും കൃഷി ചെയ്യുന്നു. ഈ ശബത്ത് ആചരിക്കാതിരുന്നപ്പം അവരറിഞ്ഞില്ല ദൈവം ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന്. ഇത് 1-ആയി 2-ആയി അങ്ങനെ ഏതാണ്ട് 70 ശബത്ത് ഈ ദേശത്തിന് മിസ്സായി കഴിഞ്ഞു. 70 ശബത്ത്. അപ്പം ഈ 70 ശബത്ത് ദേശം ആചരിക്കേണ്ടതിന് ദൈവം 70 വർഷം ഈ ജനത്തെ ബാബിലോണിൻ്റെ അടിമകളായിട്ട് കൊടുത്തുവിടുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഈ ദേശത്തിന് എന്ത് കിട്ടും? ദേശം എന്തനുഭവിക്കും? ശബത്ത് അനുഭവിക്കാനിടയായിത്തീരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും നമ്മുടെ കാഴ്ചപ്പാടും എല്ലാം ദൈവം അറിയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓർക്കും ദൈവം ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ ഫൂളിഷാണ്. ദൈവം ഇതിനെല്ലാം അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു വിഷയം നമ്മുടെ ചേർച്ചിൽ ഉള്ള ഈ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം മനസ്സോടുകൂടി ആകുന്നു എന്നെല്ലാം ദൈവം അറിയുന്നുണ്ട്. നമ്മൾ ഓർക്കും ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന്. നമ്മൾ ഓരോ കാരണങ്ങൾ പറയുന്നു, ഓരോ റീസൺസ് പറയുന്നു. ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. നമ്മൾ ഓർക്കും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിനും എന്താ സംഭവിച്ചത്? അവർ 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം കൃഷി ചെയ്യുന്നു, കൃഷിക്കൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ആളുകൾ വിചാരിക്കും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. പക്ഷേ ദൈവം ഇതിനെല്ലാം കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. നോക്കിക്കേ, ഈ ഒരു 845 കൊല്ലത്തിൻ്റെ ഇടയിൽ അവർ ചെയ്ത അനുസരണക്കേടിന് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് ആഫ്റ്റർ 845 years ആണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലാതെയും കർത്താവിനെ ഡിസോബേ ചെയ്താൽ ഡെഫിനറ്റ്ലി ദൈവം അതിൻ്റെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിലും വായിക്കുന്നത് നമുക്ക് കാര്യമുള്ളത് നമ്മുടെ കർത്താവിനോട്, നമുക്ക് അക്കൗണ്ട് കൊടുക്കേണ്ടത് നമ്മുടെ കർത്താവിനോട്. നമ്മൾ ആരെയും കാണിക്കാനും ബോധ്യപ്പെടുത്താനുമല്ല നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടുപോകുന്നത്.
നമ്മുടെ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതും ചെയ്യുന്നതും ഒന്നും ആർക്ക് വേണ്ടിയുമല്ല, നമുക്ക് കണക്ക് ബോധിപ്പിക്കാനുള്ള നമ്മുടെ കർത്താവിനുണ്ടാണ്. കർത്താവാണ് ഇതെല്ലാം സ്ക്വയർ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. നമുക്കൊരു വേർഡും കൂടെ വേണേൽ നമുക്ക് നോക്കാം. ഈ മലാക്കിയുടെ പുസ്തകത്തിൽ ഈ 3-ാം അധ്യായം, അവിടെ ദൈവം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരൊറ്റ വേർഡ്, ഒരു വേർഡ്, മലാക്കിയുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നമുക്കറിയാം ദൈവം അവിടെ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 10-ാമത്തെ വാക്യത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് 8-ാമത്തെ വാക്യം വായിക്കാം. മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കുവോ? എങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. വിൽ എ മാൻ റോബ് ഗോഡ്, യെറ്റ് യു ആർ റോബിങ് മീ. ദൈവത്തെ ആർക്കെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഏതിൽ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിൽ ദൈവം പറഞ്ഞു, ഇൻ ടൈറ്റ്സ് ആൻഡ് ഓഫറിങ്സ്. നിങ്ങൾ ദശാംശത്തിലും വഴിപാടിലും എന്നെ തോൽപ്പിക്കുന്നു. എന്താണ് അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, നോക്ക്, ഇവിടെ നിങ്ങൾ ദശാംശത്തിലും വഴിപാടിലുമാണ് നിങ്ങൾ എന്നെ മോഷ്ടിക്കുന്നത്, നിങ്ങൾ തോൽപ്പിക്കുന്നെന്നാണ് മലയാളത്തിൽ. യു ഹാവ് റോബ്ഡ് മീ ഇൻ ടൈറ്റ്സ് ആൻഡ് ഓഫറിങ്സ്. അതുകൊണ്ട് ദൈവം 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും, ദ ഹോൾ ടൈറ്റ്. അതുകൊണ്ട് ആ വാക്ക് കിട്ടിയതിൻ്റെ കാരണം ഇത് ഈ പറയുന്നത് മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നത് ഒരു കമാൻഡ്മെൻ്റായിട്ടല്ല, പുതിയൊരു കമാൻഡ്മെൻ്റായിട്ട് പറയുമല്ല. കാരണം നിങ്ങൾ ഈ ടൈറ്റൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് നിങ്ങൾ റോബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇതിനകത്ത് മോഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും, ദ ഹോൾ ഓഫ് ദ ടൈറ്റ് ഹാസ് ടു ബി ബ്രോട്ട് അല്ലേ ഇൻറ്റു മൈ ഹൗസ്, എൻ്റെ ഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ അന്നത്തെ ആലയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അവിടെയും ഈ ദ്രവ്യാഗ്രഹികളായ ആളുകൾ, അന്യാസനെയും സഫേറയും പോലുള്ള ആളുകൾ എന്ത് ചെയ്ത് കാണും? അതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റിവെച്ച്. അപ്പോൾ അവിടെ ആ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ ഏതിനാൽ എന്നെ തോൽപ്പിക്കുന്നു? നിങ്ങൾ ഏതിലാണ് എന്നെ റോബ് ചെയ്യുന്നത്? നമ്മൾ ഓർക്കും, അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരെന്തായിരിക്കും ഓർക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, ദൈവം കാണുന്നില്ല. നമുക്കറിയാം പുതിയ നിയമസഭയിൽ അനന്യാസും സഫേറയും അവരുടെ ആ ദേശം വിറ്റ് അതിൻ്റെ കാശുമായിട്ട് വന്ന് അവരതിനകത്തൊരു കള്ളത്തരം കാണിച്ചു ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വരികയാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഈ ലോകത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും അവിശ്വസ്തത കാണിച്ച് സത്യസന്ധരല്ലാതിരിക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കരുത് ദൈവം ഇതൊന്നും കാണുന്നില്ല, ഇതൊന്നും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരു നാൾ വരും, ഡെഫിനറ്റ്ലി ഒരു നാൾ വരും, ദൈവം അത് തിരിച്ചു ചോദിക്കുന്ന ദിവസം. നമ്മൾ ഇന്നപ്പം ഈ ടൈറ്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം വെച്ചേക്കുന്നത് പഴയ നിയമകാലത്താണ്. പുതിയ നിയമത്തിൽ ദൈവം കൊടുക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ കൊടുക്കണം? മനസ്സോടുകൂടി കൊടുക്കണം, നിറഞ്ഞു കൊടുക്കണം, സന്തോഷത്തോടുകൂടി കൊടുക്കണം. സന്തോഷത്തോടുകൂടി കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് ദ ചിയർഫുൾ ഗിവർ. അപ്പം നോക്കിക്കേ, നമ്മളോട് കൊടുക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ മക്കളൊക്കെ ഓരോ വ്യക്തികളും എത്ര തോതിൽ കൊടുക്കണമെന്നുള്ളത് അവനും അവൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമുക്ക് ആർക്കും ആരോടും ഇന്ന് പഴയ നിയമകാലത്തെ പോലെ 10-1 കൃത്യമായി കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഒരു കവനൻ്റ്, ദൈവത്തോട് ചെയ്യുന്ന ഒരു വാക്ക്, അത് ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മളവിടെ ഒരു കള്ളം കാണിക്കുന്നെങ്കിൽ നമ്മൾ ഓർക്കരുത്, കുഴപ്പമൊന്നുമില്ലാന്ന്. നോക്കിക്ക്, 845 വർഷത്തിൻ്റെ ഇടയിൽ 70 ശബത്ത് മിസ്സാക്കിയതിനെ ദൈവം പിന്നീട് ആഫ്റ്റർ 845 ഇയേഴ്സ് ദൈവം ഇതിൻ്റെ അക്കൗണ്ട് ചോദിച്ചുവെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു സ്പാനിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കാതിരിക്കുമോ? നോക്കിക്കേ. ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മ കൂടുന്നു. നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചിലപ്പോഴെങ്കിലും ചിലർ കൂട്ടായ്മ മിസ്സാക്കുന്നു.
നമ്മൾ ഓർക്കും ഇതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മൾ ഓർക്കണം, ഒരു ദിവസം ഞാൻ ഓരോ വചനത്തിൻ്റെ ലംഘനത്തിനും കണക്ക് പറയേണ്ടതായിട്ട് വരും, അല്ലേ? ഡെഫിനറ്റ്ലി കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അനധികൃതമായിട്ട് ഒരാളുടെ സാധനം നമ്മൾ വാങ്ങിക്കുന്നു, നമ്മൾ ഓർക്കും നമുക്ക് കുഴപ്പമില്ല എന്ന്. നമ്മൾ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് കൊടുക്കാതെ നമ്മൾ അത് വെട്ടിക്കുവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മൾ ഓർക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാഭിച്ചു എന്ന്. ഓർത്ത് നോക്കിയാൽ മതി, ദൈവത്തിൻ്റെ മക്കളാണ് അത് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ചിലപ്പോൾ അവർക്ക് പല രീതിയിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പം ചിലപ്പോൾ നമ്മൾ അതിശയിക്കാറുണ്ട്, ദൈവമേ എനിക്കൊരു കുഴപ്പവും ഉണ്ടാകാതെ എനിക്കെങ്ങനെ ഇത്രയും നഷ്ടമുണ്ടായി. നമ്മൾ ഓർത്ത് നോക്കുക, ദൈവത്തിൻ്റെ വഴികളാതൊക്കെ. ദൈവം അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ വേർഡിൽ നിലനിൽക്കണമെന്ന്. സത്യസന്ധരായിട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ അതിൽ നിലനിൽക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇല്ലെങ്കിൽ ദൈവം ഒരു നാൾ നമ്മളോട് കണക്ക് ചോദിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് അർഹതപ്പെട്ടല്ലാത്ത ഒരു സമ്പത്തോ മുതലോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിന്ന് തീരുമാനമെടുക്കാം, കർത്താവെ ഞാൻ ആ സക്കായിയെ പോലെ ഞാൻ തിരികെ കൊടുക്കേണ്ടത് ഞാൻ തിരികെ കൊടുത്തോളാം കർത്താവെ. അതെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മളിൽ ദൈവഹിതമില്ലാത്ത അർഹതയില്ലാത്ത ഒരു കാര്യവും, ഒരു പൈസ പോലും നമ്മുടെ വീട്ടിലോ നമ്മുടെ ഭവനത്തിലോ ഉണ്ടാകരുത്. അത് ദൈവം ആഗ്രഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ കുടുംബപരമായിട്ട് വരുമ്പോൾ ചില സമ്പത്തുകളൊക്കെ നഷ്ടപ്പെടുന്നതിന് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അത് നമ്മളിൽ നിന്ന് പോകേണ്ടതാണ്, അത് നമ്മുടെ അനുഗ്രഹത്തിനാണ്, അത് പോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. ഈ ഒരു പാഠം, ഈ ഒരു റീസൺ നമ്മൾ ഇന്ന് പുതിയ നിയമസഭയിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പം ഇത് മാത്രമല്ല, സാമ്പത്തികത്തിൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഓരോ വേർഡും നമ്മൾ നിസ്സാരമായിട്ട് കണ്ട് അനുസരിക്കാതിരിക്കുന്നെങ്കിൽ ദൈവം ഒരു നാൾ വെച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ഈ അക്കൗണ്ട് സെറ്റിൽ ചെയ്യും. നമുക്കത് വ്യക്തമായിട്ട് ദൈവം അത് മനസ്സിലാക്കി തരും. അപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു? അവരുടെ ദ്രവ്യാഗ്രഹമാണ്. ഇന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ട്രൂ ചർച്ചിലേക്കൊന്ന് വന്ന് നോക്കാം. സഭ ഇന്ന് ബാബിലോണിലെ സഭയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താ? ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദ്രവ്യാഗ്രഹമല്ലേ? ഈ മനുഷ്യൻ, നമ്മൾ മീക്കായുടെ പുസ്തകത്തിൽ വായിച്ചു, അവർ പ്രവചിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പണത്തിന് വേണ്ടിയാണ്. പൈസ വാങ്ങിച്ച് പ്രവചിക്കുന്നു, പൈസ വാങ്ങിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ആഹാരം കിട്ടിയാൽ അവർ അനുഗ്രഹം പറയും, ആഹാരം കിട്ടിയില്ലെങ്കിൽ കേഴ്സ് പറയുന്ന ഒരു കൂട്ടം ജനം. ആളുകൾക്ക് ഇന്ന് സമ്പത്തും മാത്രമാണ്. ഇതെന്തിനെ ഇത് ഈ ഒരു ലക്ഷണമുണ്ടെങ്കിൽ അത് ബാബിലോണിലേക്ക് പോകുന്ന ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കവറ്റസ്നെസ് അന്ന് ഇസ്രായേൽ മക്കളെ ബാബിലോണിലേക്ക് എത്തിച്ചെങ്കിൽ ഇന്നത്തെ സഭയെ ബാബിലോണിയ സഭയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കവറ്റസ്നെസ് ആണ്. ഇന്നത്തെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇന്ന് പല സഭകളും അതിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് പണമാണ്, റാദർ ദാൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കീഴ്പ്പെടാതെ പണം അവരവരുടെ സഭകളിൽ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ആ സഭ ഇന്ന് ട്രൂ ചേർച്ച് എന്നുള്ള സ്റ്റാറ്റസ് മാറി ബാബിലോണിലേക്ക് പതുക്കെ നീങ്ങി തുടങ്ങി, അല്ലെങ്കിൽ ബാബിലോണിലേക്ക് എത്തിത്തുടങ്ങി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെ വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മളിൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരുമെന്ന്. ഇപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, 6 സംവത്സരം നിങ്ങൾ വേല ചെയ്യുമ്പോൾ, 6 സംവത്സരം ഒരു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ 7-ാം ദിവസം നിങ്ങൾ അതിന് റെസ്റ്റ് കൊടുത്താൽ ദൈവം കൊടുക്കുന്ന പ്രൊവിഷൻ നോക്ക്. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഇവിടെ ദൈവം നമുക്ക് വേണ്ടി തരുന്ന കാര്യം, നമ്മൾ സത്യസന്ധരാകുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മൾ നേരോടുകൂടി നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ലെന്ന് ദൈവത്തിൻ്റെ വേർഡ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ നേരല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുന്നത്? താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ എന്തിനാ നമ്മുടെ സത്യസന്ധത മാറ്റുന്നത്?
നമ്മൾ കള്ളം കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ കണ്ണ് എപ്പോഴും നീതിയുടെ കാര്യങ്ങളിലാണ്. അനീതിയിൽ അവൻ രസിക്കുന്നില്ല, അനീതിയിൽ അവൻ്റെ കണ്ണ് ഒരിക്കലും പതിയുന്നില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിൽ നിൽക്കുക. നമുക്കൊരിക്കലും, ഞാൻ അതാ പറയുന്നത്, നമുക്ക് നേരോടെ നടക്കുന്നവർക്ക് യാതൊരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. സോ നമ്മൾ ഇതിനകത്ത് വിശ്വസ്തരാകാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 11-ാമത്തെ വചനം കൂടി ഒന്ന് വായിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ദൈവം തന്നേക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ന്റെ 11-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഫലമേൽപ്പിക്കും? ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. Therefore, if you have not been faithful in the use of unrighteous wealth, അനീതിയുടെ വെൽത്തിനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ, who will entrust the true riches to you? യഥാർത്ഥ റിച്ചസ് ദൈവം എങ്ങനെ ഏൽപ്പിക്കും? അപ്പം നമ്മൾ നോക്കണം, നമുക്ക് ദൈവം നമുക്ക് തന്നേക്കുന്ന സാമ്പത്തികവും ഒക്കെ അതിനകത്ത് അത് അൺറൈച്ചസ് മാമനാണെങ്കിൽ പോലും അതിൽ നമ്മൾ വിശ്വസ്തരാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ വിശ്വസ്തരല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നത്? സോ നമ്മുടെ ലൈഫിൽ നമുക്ക് ബാബിലോണിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈൻ നമ്മുടെ കവറ്റസ്നെസ് ആണ്, നമ്മളിലുള്ള ദ്രവ്യാഗ്രഹമാണ്. ആ ദ്രവ്യാഗ്രഹത്തെ ജയിക്കുവാൻ ദൈവം നമ്മളെ ഇന്ന് ആഗ്രഹിക്കുകയാണ്. സോ ദാറ്റ് നമ്മൾ ഇതിൽ നിന്ന് ടോട്ടലി ഫ്രീ ആയിട്ട് ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ സത്യമായത് മാത്രം, റൈച്ചസ് ആയിട്ടുള്ള കാര്യം മാത്രം മതി. കാരണം ദൈവം സകലതും കാണുന്ന ദൈവത്തെ നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല. യു കനോട്ട് ചീറ്റ് ഗാഡ്, അല്ലേ? യു കനോട്ട് ഫൂൾ ഗാഡ്, ബിക്കോസ് ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫും സത്യസന്ധരാകുക, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നഷ്ടമോ ആകേണ്ടി വന്നാലും ശരി, കള്ളം പറഞ്ഞ ഒരു കാര്യവും നമ്മൾ നേടുവാനിടയാകരുത്. കാരണം അതൊരിക്കലും നമുക്ക് ഒരിക്കലും അനുഗ്രഹമായിരിക്കില്ല. നമ്മൾ താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടെന്നേ തോന്നുള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമുക്കതിന് ആ നഷ്ടമല്ല, ഇരട്ടി നഷ്ടം നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും സത്യസന്ധരാകുക. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 1-ാം അധ്യായത്തിലേക്ക് ദാനിയേലിൻ്റെ പുസ്തകം. ഇപ്പം നമ്മൾ കണ്ടു ബാബിലോൺ പ്രവാസത്തിനുള്ള കാരണങ്ങൾ, 7 കൂട്ടം കാരണങ്ങൾ നമ്മൾ കണ്ടു. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യഹൂദ രാജാവായ യെഹോക്കിയാമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോക്കിയാമിനെ ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവയെ ശിനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അപ്പോൾ നോക്കി, ഈ ഒരു 3 വാക്യം, ഇപ്പം നമ്മൾ ഈ വായിച്ച 2 വാക്യം, അതിനകത്ത് ജെഹോക്കിയാം, അതായത് യഹൂദ രാജാവായ യെഹോക്കിയാമിൻ്റെ വാഴ്ചയുടെ കാലത്ത് ആര് വന്നു? നെബൂഖദ്നേസർ, അല്ലെങ്കിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിൽ വന്ന് അതിനെ ഉപരോധിച്ചു. എന്നിട്ട് അവിടെ നമ്മൾ ആ 2-ാമത്തെ വാക്യത്തിൽ ദ ലോർഡ് ഗേവ് ജെഹോക്കിയാം കിങ് ഓഫ് ജൂഡ ഇൻ ടു ദ ഹാൻഡ് ഓഫ് നെബൂഖദ്നേസർ. നെബൂഖദ്നേസറിൻ്റെ കൈകളിലേക്ക് ജെഹോക്കിയാം രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫസ്റ്റ് വേഴ്സ് തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ സർവാധികാരത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ചരിത്രകാരനാണ് ഇത് എഴുതിയെങ്കിൽ എന്തേ പറയത്തുള്ളൂ? നെബൂഖദ്നേസർ വന്ന് ജെഹോക്കിയാമിനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ദ ലോർഡ് ഗേവ്, ദൈവമാണ് ജെഹോക്കിയാം രാജാവിനെ നെബൂഖദ്നേസറിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത്.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു പാഠം നമ്മൾ പഠിക്കണം. നമ്മുടെ രാജ്യത്ത് ആരാണ് ഭരിക്കുന്നെങ്കിലും ദൈവം കൊണ്ടുവരുന്നവരാണ്, ദൈവമാണ് അവരെ ആ സ്ഥാനത്താക്കുന്നത്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവം ഓരോ ആളുകളെയും ഓരോ സമയങ്ങളിൽ, കൃത്യമായ സമയങ്ങളിൽ ദൈവം ഓരോരുത്തരെയും ഏൽപ്പിക്കും. എന്നാലും ദൈവം നമുക്ക് തന്നേക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുവീൻ. ഇതാണല്ലോ നമ്മൾ ഈ നാളുകളിൽ ചേർച്ചിലും പഠിക്കുന്ന ഒരു കാര്യം, അല്ലേ? നമ്മുടെ ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കും. അവരൊരു പക്ഷേ നമ്മുടെ ഐഡിയോളജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരിക്കും, അല്ലേ? ഈവൻ നമ്മൾക്ക് പലപ്പോഴും ഗുണമില്ലെങ്കിലും ദോഷം വെക്കുന്നവരായിരിക്കും, ഇതെല്ലാം ചെയ്യുന്നവരായിരിക്കും ആയിക്കോട്ടെ. പക്ഷെ ദൈവം അറിയാതെ ഒരു അധികാരികളുമില്ല, അല്ലേ? ഇപ്പം കർത്താവ് പിലാത്തോസിനോട് പറഞ്ഞതുപോലെ ഉയരത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരധികാരങ്ങളുമില്ല. അപ്പം ദൈവം ഏൽപ്പിക്കുന്ന അധികാരമാണ് ഇത്. യഹൂദന്മാരോട് ദൈവം വളരെ ക്ലിയറായിട്ട് എസെക്കിയേൽ പ്രവചനത്തിലൂടെ, യെരമ്യാവിൻ്റെ പ്രവചനത്തിലൂടെ ഒക്കെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ബാബിലോൺ പ്രവാസം ഒഴിവാക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ പക്കലിൽ നിന്ന് കൽപ്പന വന്നു കഴിഞ്ഞു, നിങ്ങൾ ബാബിലോണിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് മാറാൻ ചിലർ തുനിഞ്ഞു, അല്ലെങ്കിൽ ചിലർ അതിനോട് റിബല്യസ് ആയപ്പം ആകാൻ പറ്റില്ല. ദൈവം അവരോട് പറഞ്ഞ് നിങ്ങൾ പോയേ പറ്റൂ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്. നമ്മളിനി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, ഒരു രാജ്യത്തൊരു ദേശത്തൊരു രാജാവ് ഭരിക്കണമെങ്കിൽ അത് ദൈവമാണ് തീരുമാനിക്കുന്നത്, അയാളെ നീക്കുന്നതും ദൈവമാണ്. സോ ഈ 2 വാക്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവാധിപത്യം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇനിയും അവരെ അപ്പം ദ ലോർഡ് ഗേവ്, ദൈവം യെഹോക്യാം രാജാവിനെയും ദൈവത്തിൻ്റെ ആലയത്തിലുള്ള കുറേ പാത്രങ്ങളെയും ഒക്കെ ആർക്ക് കൊടുത്തു? നെബൂഖദ്നേസറിന് കൊടുത്തു. നെബൂഖദ്നേസർ അത് കൊണ്ടുപോയി തൻ്റെ ദേവാലയത്തിൽ, അല്ലെങ്കിൽ ഇയാളൊരു ജാതീയ രാജാവാണ്, ആ ജാതീയ ആരാധന നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ദേവന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി ഈ സാധനമെല്ലാം പ്രതിഷ്ഠിച്ചു. 3-ാമത്തെ വാക്യത്തിൽ, അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പെനോസിനോട് ഇസ്രയേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ, രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അപ്പം രാജാവ് കുറേ പേരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മിടുക്കന്മാരായ ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ എന്തിനു വേണ്ടിയാണ്? രാജസന്നിധിയിൽ അല്ലെങ്കിൽ കിങ് കോർട്ടിൽ ജോലിക്ക് വേണ്ടി, രാജാവിൻ്റെ അടുത്ത് ഉള്ള ആൾക്കാരായി നിൽക്കാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. മാത്രമല്ല അവരുടെ ഫുഡൊക്കെ രാജകീയ ഫുഡ് തന്നെ അവർക്ക് ഓർഡർ ചെയ്തു. അത് കഴിച്ച് വേണം അവർ അവിടെ നിൽക്കാൻ. മാത്രമല്ല ഈ കൽദയരുടെ ലിറ്ററേച്ചറും എല്ലാം അവരെ പഠിപ്പിക്കാനും അവിടെ രാജാവ് കൽപ്പനയിടുകയാണ്, അല്ലേ? അവരുടെ വിദ്യയും ഭാഷയും ഒക്കെ അഭ്യസിപ്പിക്കുവാൻ നിയമിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുപാട് യൂത്ത്സ് ഉണ്ട്. അതിൽ നിന്ന് 4 പേരുടെ പേര് പരിശുദ്ധാത്മാവ് എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നൗ എമംഗ് ഫ്രം ദ സൺസ് ഓഫ് ജൂദ, യഹൂദപുത്രന്മാരായ 4 പേര്, ദാനിയേൽ, ഹനന്യ, മിശേൽ ആൻഡ് അസര്യ. അവരെ എടുത്തു പറയുകയാണ്. എന്നിട്ട് ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ഈ ദാനിയേൽ 4 പേരുടെ എടുത്തിട്ട് അവരുടെ പേര് മാറ്റുകയാണ്. ദാനിയേലിൻ്റെ പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപൻ. ആ പേരുള്ള ദാനിയേലിനെ എന്തായിട്ട് മാറ്റി? ബെൽസഹസാർ എന്നാക്കി.
ബെൽസസാർ എന്ന് പറഞ്ഞാൽ ബെൽ അല്ല ബാൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹീതൻ ഗോഡ് അല്ലെങ്കിൽ ഒരു ജാതീയ രാജാവിൻ്റെ ദൈവത്തിൻ്റെ പേര് അവർക്കിടുകയാണ്. ഹനന്യയുടെ പേര് ഷദ്രാക്ക് എന്നിട്ടു. പിന്നെ മിഷേലിൻ്റെ പേര് മെഷക്ക് എന്നിട്ടു. അങ്ങനെ പിന്നെ അസേറയുടെ പേര് അബേദ്നെഗോ എന്നും ഇട്ടു. അപ്പോൾ ഈ പേര്, അതായത് ദാനിയേൽ, ഹനന്യ, മിഷേൽ, അസേറിയ എന്ന് പറയുന്നതാണ് എല്ലാം അത് യഹൂദന്മാരുടെ പേരാണ്. ആ പേരിനെല്ലാം ദൈവവുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മീനിങ് ഉണ്ട്, ഒരു ദൈവികമായ ഒരു മീനിങ് ഉണ്ടെങ്കിൽ ഈ പേരുകളെല്ലാം മാറ്റി ഇവരുടെ കൽദേയരുടെ ദേവന്മാരുടെയും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പൂജകളുമായിട്ട് ഒക്കെ ബന്ധമുള്ള രീതിയിലുള്ള പേര് അവർക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ നമ്മളിവിടെ വായിച്ചതാണ്, ഞാനൊന്നുകൂടി വായിക്കാം. ക്ഷണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിനും അവൻ ബെൽസാസർ എന്നും, ഹനന്യാവിന് ഷദ്രക്ക് എന്നും, മിഷേലിന് മേശക്ക് എന്നും, അസീരിയാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. എന്നാൽ ഈ 6ാമത്തെ വാക്യം പറയുകയാണ്, ഈ 4 പേരുടെ പേര് മാറ്റിയെന്ന് പറയുമ്പോൾ ഈ 4 പേരെ മാത്രം എടുത്തു പറയണമെങ്കിൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ ദാനിയേലിൻ്റെ കാര്യം പറയുകയാണ്. ദാനിയേൽ ഇതൊക്കെയാണെങ്കിലും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് വന്നപ്പോഴും അവിടെയും വിശ്വസ്തരായിട്ടുള്ള 4 പേരെക്കുറിച്ച് ഇവിടെ എഴുതിയേക്കുക. അതിനകത്ത് ഒരാളാണ് ദാനിയേൽ. ആ ദാനിയേലിൻ്റെ ഹൃദയത്തിൽ ദാനിയേൽ ഒരു കാര്യം തീരുമാനിച്ചു. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ എന്ത് ചെയ്തു? നിശ്ചയിച്ചു. ഹൃദയത്തിൽ താൻ എടുത്തൊരു തീരുമാനമല്ല. കാരണം ഈ രാജഭോജനം എന്ന് പറയുമ്പോൾ അത് ജാതികളാണ്. അവരുടെ രാജഭോജനത്തിനകത്തൊക്കെയും ദാനിയേലിന് നിയമം അറിയാവുന്നതുകൊണ്ട് അറിയാം, നിയമത്തിനകത്ത് പല നിഷേധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭക്ഷിക്കാൻ പാടില്ലാത്ത മാംസങ്ങളുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ രാജഭോജനത്തിനകത്തെ ഒരു പ്രധാന ഡയറ്റായിരിക്കും. ഇവിടെ ഒക്കെയും ദാനിയേൽ തീരുമാനിച്ചു, എന്നാൽ എന്താ, ഞാൻ തന്നെത്താൻ അശുദ്ധമാക്കില്ല. നോക്കിക്കേ, അപ്പോൾ ഇവരുടെ പേര് മാറ്റി. പിന്നെ ഇവരെ അവരുടെ കൽദേയരുടെ ലിറ്ററേച്ചറും അങ്ങനല്ലേ, കൽദേയരുടെ ലിറ്ററേച്ചറും വിദ്യയും ഭാഷയും ഒക്കെ അവരെ പഠിപ്പിച്ചു. എന്നാൽ വിദ്യ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ, അല്ലെ അവരുടെ പേര് മാറ്റി എന്ന് പറഞ്ഞാൽ, അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊരു വലിയ പാഠമാണ്, നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ഓരോരുത്തരും വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ ഓരോരുത്തരും കോംപ്രമൈസ് ചെയ്ത് ഇന്ന് ഒരു വിശുദ്ധി ജീവിതമോ അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചൊരു ബോധവുമില്ലാതെ ജീവിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മധ്യയിൽ ദാനിയേലിനെ പോലൊരു നിലപാട് നമ്മുടെ ഉള്ളിലുണ്ടാകണം. എന്തു വന്നോട്ടെ, ഈ ലോകത്തിൽ എന്തു വന്നോട്ടെ, എന്നെ മലിനപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിൻ്റെ വേർഡിൽ തന്നെ നിലനിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്നായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നമുക്ക് ദാനിയേലിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിലപാട് നമുക്കുണ്ടാവണം.